അതില്ലാണ്ട് നമുക്ക് ഒരിക്കലും സാധ്യയില്ല. അങ്ങനത്തെ 4 കാര്യത്തെ നിങ്ങൾ ജാസ്തിയാക്കൊണ്ടുണ്ട് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ 2 കാര്യത്തിൽ അല്ലാഹുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ട 2 കാര്യം ചൊല്ലി അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് അസ്തഗ്ഫിറുല്ലാഹ്. ഞങ്ങൾ എപ്പോഴും ചൊല്ലാം. റമദാൻ മാസം വന്നതിൽ പിന്നെ എത്ര നാളായി 20 നാളായിട്ട് ഞങ്ങൾ ചൊല്ലുമ്പോഴേ അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് അസ്തഗ്ഫിറുല്ലാഹ്. അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് അല്ലാഹു അല്ലാതെ ആരാധിക്കുന്ന ഒരുത്തനും ദുനിയാവിലില്ല. അതാണ് ഞങ്ങളുടെ വിശ്വാസം. മുഅ്മിനായ മുസ്ലിമായ മനുഷ്യന്റെ എല്ലാവരും പിന്നെ അല്ലാഹുവിൽ വിശ്വസിക്കുന്ന ഓരോരുത്തരുടെ വിശ്വാസമാണ് അത്. അത് അല്ലാഹുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു കാര്യം. രണ്ടാമത് ചൊല്ലി അസ്തഗ്ഫിറുല്ലാഹ്. നിങ്ങൾ ധാരാളം ഇസ്തിഗ്ഫാർ ചൊല്ലണം. അസ്തഗ്ഫിറുല്ലാഹ് എന്ന് ചൊല്ലി ജീവിതത്തിൽ ധാരാളം ചൊല്ലണം. ഉറക്കെ ചൊല്ലല്ല, അല്ലെങ്കിൽ നിസ്കാരത്തിന്റെ ഒരു 10 വട്ട, അല്ലെങ്കിൽ ഒരു സദസ്സിൽ കിട്ടിയ ഒരു 10 വട്ട, അല്ലെങ്കിൽ പിന്നൊരു ഒരു 5 വട്ട. അതല്ല, നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ ധാരാളം ഇസ്തിഗ്ഫാർ ചൊല്ലണം. അസ്തഗ്ഫിറുല്ലാഹ് ഇങ്ങനെ ചൊല്ലുന്നുണ്ടോ അത് മഹാന്മാരെല്ലാം ചൊല്ലുക. ഏതായാലും ആ ഭാഗത്ത് നടക്കില്ല. അങ്ങനെ അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ട 2 കാര്യമാണ്. ഈ 2 കാര്യം നിങ്ങൾക്ക് അത്യാവശ്യം 2 കാര്യമുണ്ട്. അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് അസ്തഗ്ഫിറുല്ലാഹ്. അല്ലാഹുമ്മ ഇന്നി അസ്അലുക്കൽ ജന്ന വഅഊദു ബിക മിനൻ നാർ. റബ്ബേ, നീ നമുക്ക് സ്വർഗ്ഗത്താണ് എത്ര സമയത്ത് കേൾക്കണേ അല്ലേ? ഞങ്ങളുടെ ജീവിതത്തിലെ ആയുസ്സിൽ എത്ര റമദാൻ വന്ന് എത്ര പെട്ടെന്ന് കേട്ട റബ്ബേ, നീ സ്വർഗ്ഗത്താണ് കേട്ടോണ്ടുള്ള അത് ഒരു മുഅ്മിനായ ഒരു മനുഷ്യന് അത്യാവശ്യമായ ഒരു കാര്യം അല്ലേ? ആറ് എന്ത് ആഗ്രഹം കണ്ടെങ്കിലും ചൊല്ലുന്നില്ലേ റബ്ബേ, ഈമാൻ സലാമത്തായി നമുക്ക് സലാമത്താ ഉസ്താദിക്ക് കേൾക്കുന്നില്ലേ ആഖിറത്തിൽ നന്നാക്കി റബ്ബേ അല്ലേ? വലാഖിബത്തുൽ മുത്തഖീനാണ് ഖുർആനിലെ യഥാർത്ഥമായ തഖ്വയുള്ള ഈമാനുള്ള മനുഷ്യനാണ് അവസാനം നന്നാവുക എന്നുള്ളത്. അല്ലാഹു തആല കൂട്ടത്തിൽ നമ്മൾ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. അപ്പോൾ സ്വർഗ്ഗത്തിനെ ആഗ്രഹിക്കാത്ത ചിന്തിക്കാത്ത ഒരാളുമില്ല. നരകത്തിനെ തൊട്ട് മോചനം കേൾക്കണം. അത് ഞങ്ങളുടെ ജീവിതത്തിലെ അത്യാവശ്യമാണ്. ആരെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? നരകത്തിൽ പോയി പറഞ്ഞുണ്ട്, അവർക്ക് നരകം കണ്ടിട്ട് പറഞ്ഞുണ്ട് അല്ലെ? ഇവിടെ ഹോസ്പിറ്റലാ ജയിലാപ്പിക്കുന്ന എല്ലാം ദുനിയാവിലും കാണട്ടെ പോയിട്ട് കണ്ടുകൊണ്ടല്ലേ അവർക്ക് പോയി പറല നോക്കി പറലാണ്ടല്ലേ ഏത് ജാതിക്കും പോയി. പക്ഷേ ജീവിതത്തിൽ മുഅ്മിനായ ഒരു മനുഷ്യൻ, ഈമാനുള്ള ഒരു മനുഷ്യൻ നമുക്ക് നരകത്തിനെ കാണുമ്പോൾ ചിന്തിച്ചിട്ട് പോലും മിക്കാതെ ചിന്തിച്ചിട്ട് പോലും ഒരിക്കലും മിക്കല. മഹാനായ സിദ്ദീഖ് അക്ബർ റളിയല്ലാഹു പാടി വയ്ക്കുന്ന ചൊല്ലില്ലേ ഫിലാഹി ലസ്തു ലിൽ ഫിർദൗസി അഗ്ല വലാ അത്വാ അലാ നാരിൽ ജഹീം. റബ്ബേ, ഈ സിദ്ദീഖിനെ ആ നരകത്തിനെ ഓർക്കുകയും സാധ്യയില്ല, ചിന്തിക്കുക സാധ്യയില്ല. പിന്നല്ലേ നരകം? അതിനെ ചിന്തിക്കുന്ന ശക്തി ഈ സിദ്ദീഖിന് ഇല്ല റബ്ബേ. സ്വർഗ്ഗത്തിന്റെ അവകാശമില്ലാണ്ട് സിദ്ദീഖ് അക്ബർ റളിയല്ലാഹു അഭാഗം കിടക്കില്ല ചൊന്നവിടെ. ഏതായാലും എന്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, അപ്പൊ നമുക്കൊരു ബേജാറ് എന്തെങ്കിലും റമദാൻ മാസം വരുമ്പോ സൂര്യ മൊത്തോളം പറ്റി വെച്ചിട്ട് സൂര്യ മൊത്തോളം ഉണ്ടെല്ലാം ചൊല്ലിട്ട് നമുക്ക് ഒന്നും കിട്ടാണ്ടാവത്തില്ല. ചൊല്ലല്ലേ പരിശുദ്ധമായ മദീനത്തെ മിമ്പർ ഇങ്ങനെ പടിപത്ത് വെച്ചു ഹാമീൻ ചൊല്ലുന്നു. രണ്ടാമത്തെ പടിപത്ത് വെച്ചു ഹാമീൻ ചൊല്ലുന്നു. മൂന്നാമത്തെ പടിപത്ത് വെച്ചു ഹാമീൻ ചൊല്ലുന്നു. അങ്ങനെ 3 പടിയും ഹാമീൻ ചൊല്ലുന്നു. ഹാമീൻ ചൊല്ലുമ്പോൾ സുബ്ഹാന ജല്ല ജലാലുഹു സഹാബത്തുകളെ അത്ഭുത എതിരൊന്നുമില്ല. സഹാബത്ത് കേട്ടോ ഞങ്ങൾ എപ്പോഴും കേൾക്കാത്ത പക്കല്ലേ ഇത് കേട്ട നിങ്ങൾ എനിക്ക് എപ്പോഴും നിങ്ങൾ അങ്ങനെ കേട്ടിട്ടില്ലേ? ഇത് പുതിയായിട്ടുള്ള ഒരു ലഭ്യം കേട്ട ഹാമീൻ ഹാമീൻ എന്തിന് രഹസ്യമായിട്ട് കേട്ടപ്പ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചോദിച്ചു, എന്റെ പ്രിയപ്പെട്ട ഒരു സഹാബത്തെ ആണ് മിമ്പർ പടിവെത്തിയപ്പ ജിബ്രീൽ അലൈഹിസ്സലാം ചോദിച്ചു, പരിശുദ്ധമായ റമദാനിൽ ഒരാൾക്ക് എത്തിയിട്ട് പോലും ആ റമദാനിലെ അല്ലാഹു തആല അവർക്ക് കൊടുത്തില്ലാണ്ട് കണ്ടെങ്കിൽ അവർക്ക് അല്ലാഹുവിന്റെ മാപ്പ് അവള് കിട്ടിയില്ലാണ്ട് കണ്ടെങ്കിൽ അല്ലാഹുവിന്റെ റഹ്മത്തിനെ തൊട്ട് അവൻ ദൂരീകരിച്ചതാവട്ടെ, അവന് റഹ്മത്ത് കിട്ടാണ്ടായിപ്പോട്ടുണ്ട്. മഹാനായ ജിബ്രീൽ അലൈഹിസ്സലാം പോയപ്പ ഞാൻ മിമ്പറിൽ ആമീൻ ചൊല്ലാൻ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു. എന്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, ഈ റമദാനിൽ എന്തൊക്കെ തന്നെ വിശുദ്ധ ഖുർആനിൽ ചൊല്ലു, യാ അയ്യുഹല്ലദീന ആമനു കുതിബ അലൈക്കുമുസ് സിയാമു കമാ കുതിബ അലല്ലദീന മിൻ ഖബലിക്കും ലഅല്ലകും തത്തഖൂൻ. നമുക്ക് മാത്രമല്ല ഉമ്മത്ത് തന്നെ മുന്നോട്ട് വന്ന നമുക്ക് മാത്രമല്ല അത് നബി അലൈഹിസ്സലാത്തു വസ്സലാം മുതൽ എല്ലാ സമുദായത്തിനും വന്ന കൊടുത്തു ലഅല്ലകും തത്തഖൂൻ. ആദിവാസി ഉച്ചോളം സലഫിന്റെ വെച്ചിട്ട് ലൈക്ക് തെൽത്തിൽ വെച്ചോടാ എല്ലാവർക്കും മുൻതുള്ളത് ഇനി മൊയിലാർന്ന് സലഫിന്റെ വെച്ചിട്ട് അപ്പൊ അതിന് നീക്കുന്ന ടൈമിൽ ലേറ്റ് ആവും. അതുകൊണ്ട് എന്റെ ചൊല്ലിയ വിഷയം ചൊല്ലി പറയാം. ഏതായാലും അങ്ങനെ വിശുദ്ധ ഖുർആനിലെ ലഅല്ലകും തത്തഖൂൻ, നിങ്ങൾ നന്നാവണം, ഞങ്ങൾ മുത്തഖീങ്ങളാവണം, ഞങ്ങൾ വിജയികളാവണം. ഓടെ ആരെയും സംശയിക്കണം ദുനിയാവില്ല അല്ലാതെ ആഖിറത്തിലെ ആരുമാരുമില്ലാത്ത ഖബറിൽ ആരും സഹായത്തിന് എൽപ്പ് കിട്ടാത്ത ഖബറിൽ മച്ചൽ പിന്നെ കൊണ്ടുപോയി വെച്ച് തിരിഞ്ഞ് മുഖത്തിട്ട് കൊണ്ടെങ്കിൽ ആ ഒരു സന്ദർഭം
പറഞ്ഞാൽ ഇങ്ങനെ ക്ലാസ് എടുത്തോണ്ടിരിക്കുന്ന സമയത്തില്ലേ വലിയ മഹാന് ഇമാം നവവി വലിയ ആള് ഉസ്താദ് ചോദിപ്പിക്കുന്നത് കേട്ടിരിക്കുക. ഇമാം നവവി ക്ലാസ് എടുത്തോണ്ടിരിക്കുമ്പോഴത്തേക്ക് ഒരു മനുഷ്യൻ വന്നിട്ടില്ലേ ഇമാം നവവി തൊപ്പി എടുത്തോണ്ട് ഓടിയിട്ട് തൊപ്പി എടുത്തോണ്ട് തൊപ്പി നിങ്ങൾ വെച്ച് നിസ്കരിച്ച് ഒരു തോന്നിട്ട് കൊണ്ടിരിക്കുന്നത് പള്ളിയിൽ തൊപ്പിയൊക്കെ നിസ്കാരം കഴിഞ്ഞിട്ട് അത് കുട്ടിക്കുള്ള അപ്പുറം കൊണ്ടേ അങ്ങനൊന്നുമില്ല ഇലക്കണ്ടിട്ട് കണ്ടേ അല്ലെങ്കിൽ അവിടെ ഔദ്യോഗിക അപ്പുറത്ത് അല്ലെങ്കിൽ കമ്പൗണ്ടോടെ തവണ അങ്ങനത്തെ സാധനം ഉണ്ടല്ലേ ഞങ്ങളെ അത് വലിയ ഭക്തത്തുള്ള സാധനം പക്ഷെ ഞങ്ങൾക്കത് വന്നില്ലേ അങ്ങനെ ഇമാന്റെ തൊപ്പി എടുത്തോണ്ട് ഓടിയപ്പ സുബ്ഹാന ജലജലാലു മൂപ്പരിച്ച് ഓടിയല്ലേ പ്രവൃത്തി ഓടിയിട്ട് ഇമാം നവവി പ്രവൃത്തി കൊടുത്ത് ഓടിക്കൊണ്ടിട്ട് ചന്ദനം കൊണ്ടത് ഓട്ടത്തിന്റെ സ്പീഡ് കൂട്ടിയാൽ ആ കള്ളം എടുത്തിട്ട് പോയ ആള് തിരിഞ്ഞു നോക്കുമ്പോ സുബ്ഹാന ജലജലാലു ഇമാം നവവി ഓടിട്ട് വന്നിട്ടുണ്ടോ അങ്ങനെ പിന്നെയും കൂടിയ സ്പീഡ് കൂട്ടി അവസാനത്തിൽ മുട്ടമുട്ടാകുക ഇമാം നവവി നിന്നില്ല അപ്പൊ ജോലി ചെന്ന് കൊടുത്തു നിൽക്കുന്നതാണ് അത് പെട്ടപ്പെട്ട മോനെ ചെന്നിട്ട് ഭയങ്കര സുസ്ഥായിട്ട് തിരിച്ചിട്ട് ഇമാം നവവി തിരിച്ചു ചെയ്യേണ്ടത്. ഈ രംഗമെല്ലാം കണ്ട് ഈ ശിഷ്യന്മാരുടെ ചികടർ അല്ല ഉസ്താദെ നിങ്ങളുടെ തൊപ്പി എടുത്തുള്ള ഓടിയ ഓടുപാട്ടിയാണ് അവസാനം പൊരുത്തപ്പെട്ട് തിരിച്ചു വന്നാണ്. ഇത് എന്റെ ഉസ്താദയിലുള്ള രഹസ്യം കേൾക്കുമ്പോ എന്റെ പ്രിയപ്പെട്ട ബന്ധു സുഹൃത്തുക്കളെ പരിശുദ്ധമായ അവമാനത്തെ 20 നാളിന്റെ കായിട്ട് എത്ര ഇസ്തിഗ്ഫാർ കേട്ട എത്ര റഹ്മത്ത് കേട്ട നീ അഫൂത നീ പൊരുത്തപ്പെടുക നിന്റെ ജീവിതത്തിൽ തപ്പായി നിന്റെ ജീവിതത്തിൽ തപ്പ് വന്നത് നീ പൊരുത്തപ്പെടുക വേണ്ടി കേൾക്കണേ എന്താ പത്ത് ഐക്കുള്ള സീമിതമായിട്ടുള്ളത് 3 2 കഴിഞ്ഞിട്ട് 1 മാത്രമേ ബാക്കിയുള്ളൂ. നീ അഫൂത നീ സ്വർഗത്താന്റെ കേൾക്കണേ നിനക്ക് ഇത് വലിയൊരു പാഠം. ഇമാം നവവി മക്കളെ അവൻ കൊണ്ടേ തൊപ്പി കണ്ടത് ആ തൊപ്പി മാത്രം യൂസ് ആക്കിയിട്ട് കണ്ടെങ്കിൽ അത് വെച്ചിട്ട് അവൻ നിസ്കരിച്ചായിട്ട് കണ്ടെങ്കിൽ ഒരിക്കലും അവന്റെ നിസ്കാരം സഹിയാവരാൻ ഒരിക്കലും അവന്റെ ഇബാദത്ത് സഹിയാവരാൻ. കാരണം അത് നിന്റെ ഹക്കല്ലേ നിന്റെ ഹക്ക് അന്യവന്റെ ഹക്ക് എടുത്തിട്ട് ഒരാള് എത്ര വലിയ ആരാധനയാക്കിയാലും എത്ര വലിയ ഇബാദത്ത് എടുത്താലും അല്ലാഹു കബൂൽ ചെയ്യണം. അതുകൊണ്ട് നിന്റെ കാരണം കൊണ്ട് അവന്റെ ആസറ നഷ്ടപ്പെട്ട് വേണ്ടാൻ നിന്റെ കാരണം കൊണ്ട് അവന്റെ ഇബാദത്ത് നഷ്ടപ്പെട്ട് വേണ്ടാൻ നിന്റെ കാരണം കൊണ്ട് അവന്റെ ഖബർ മുൻസാവ വേണ്ടാൻ നിന്റെ കാരണം കൊണ്ട് അവന്റെ ഖബറിൽ അവർക്ക് ശിക്ഷ കിട്ട വേണ്ടാൻ. ആ ഏക ലക്ഷ്യം കൊണ്ട് മാത്രമേ ഞാൻ അവർക്ക് പൊരുത്തപ്പെട്ടെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ ആ ഇമാം നവവി റളിയല്ലാഹു അൻഹു ഞങ്ങൾക്ക് കാട്ടിത്തന്ന പാത ഞങ്ങൾക്ക് കാട്ടിത്തന്ന ആ ഒരു പാഠം എത്ര അന്തസ്സുള്ള പാഠം നിങ്ങൾ നോക്കൂ. ഞങ്ങളുടെ ജീവിതത്തിൽ ഞങ്ങൾക്ക് എത്രയോ ആൾമാർ ഉപദ്രവിക്കാറ് എത്രയോ ആൾമാർ ഇതെല്ലാം ആക്കിയാറ് എല്ലാം പടച്ച റബ്ബിനെ ഓർത്തിട്ട് ഞങ്ങളെ ആശ്രമം ഓർത്തിട്ട് ലഅല്ലകും തത്തഖൂൻ ഖുർആൻ ചൊല്ലെ ആ നല്ല അന്തസ്സുള്ള ഒരു പാഠം ഓർത്തിട്ട് ഞങ്ങൾ പൊരുത്തപ്പെട്ടേണ്ടി കണ്ടെങ്കിൽ സുബ്ഹാന ജലജലാലു ഈ റമദാൻ ഞങ്ങൾ ഉറപ്പായിട്ടും നാളെ ആശ്രമത്തിലേക്ക് ഗുണകരമായി ശാസിക്കുന്നു ഗുണകരമായി ശാസിക്കുന്നു എന്തിനെ ഞങ്ങൾ പൂർത്തിക്കട റബ്ബിന്റെ ഗുണകരമായ ശാസിപ്പാട്ട് നീ അങ്ങനെ ഇങ്ങനെ എന്തിനാക്കടേ. ഞങ്ങളുടെ ജീവിതത്തിൽ ഒരാൾക്കും ഞങ്ങൾ പൊരുത്തപ്പെടാത്ത പോലത്തെ ആ കട്ടിയുള്ള മനസ്സ് ആ ഭാരമായ മനസ്സ് ഞങ്ങളുടെ ഹൃദയം അകത്തതായിട്ട് കണ്ടെങ്കിൽ എന്റെ പ്രിയപ്പെട്ട സുഹൃത്തെ ഒരിക്കലും ഞങ്ങൾക്ക് വിജയിക്കുക സാധ്യമില്ല. അന്യവും വിജയിക്കട്ടെ അവൻ നന്നാവട്ടെ അത് അത് പുട ആ വിഷയം ഞങ്ങൾക്ക് വേണ്ട. ഞങ്ങളെ ആശ്രമം വിജയിക്കണോ ഞങ്ങളെ അന്തിമത്ത് നന്നാവണോ ഞങ്ങൾ ഭരിക്കുന്ന സമയം നന്നാവണോ ഞങ്ങളെ കബറിൽ കൊണ്ടു വെക്കുന്ന സമയം നല്ല അന്തസ്സുള്ള സമയമാവണോ ഞങ്ങളെ പുഞ്ചി നല്ല അന്തസ്സുള്ള പുഞ്ചിരിയാവണോ ഇവിടെ തിരിച്ച പോലെ കബറിൽ നിങ്ങൾക്ക് ചിരിക്കുക സാധ്യമാവണോ കബറിൽ നിങ്ങൾക്ക് വിശാലമായി കിട്ടണോ അതൊരിക്കലും കുറിച്ചാവുന്നില്ല. അവിടുത്തെ ജീവിതം അന്തസ്സുള്ള ജീവിതമാവണോ ആ സ്ഥലത്തിലെത്തുമ്പോ വളരെ തന്റെയോടെ നല്ല അന്തസ്സോടെ വളരെ ധൈര്യത്തോടെ പടച്ചറപ്പിന്റെ മുന്നിൽ നിന്നിട്ട് ഞങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ ആക്കിയ നല്ലത് അതെല്ലാം ഞങ്ങളുടെ വീഴ്ച അത് കാരണമായി സ്വർഗത്തിൽ കൂടെയുള്ള വലിയൊരു വ്യവസ്ഥ കൂടെ നിങ്ങൾ ആക്കിയിട്ട് പോകണോ. എന്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കൾ അതാണ് ഇമാം നവവി റളിയല്ലാഹു എല്ലാം പൊരുത്തപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഞങ്ങൾക്ക് എന്തുകൊണ്ട് പൊരുത്തപ്പെട്ടുകൂടാ. എല്ലാം പൊരുത്തപ്പെട്ടിട്ട് എല്ലാം പഠിച്ച റബ്ബിനെ ഓർത്ത് പൊരുത്തപ്പെട്ടിട്ടുണ്ടെങ്കിൽ അൽഹംദുലില്ലാ ഞങ്ങളുടെ ജീവിതത്തിൽ നിന്നാക്കിയ സർവ്വതും ഞങ്ങൾക്ക് ഉപകാരപ്പെട്ടു. അല്ലാഹു തആല അക്കൂട്ടത്തിൽ നിങ്ങൾ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. അത് അഫ്ലഹ മൻ സദ്ദഹ വഖദ് ഖാബ മൻ ദസഹ. വിശുദ്ധമായ ഖുർആനിലെ ആരോരുത്തരുടെ ഹൃദയം നന്നായി ആരോരുത്തരുടെ മനസ്സ് നന്നായി അവൻ എല്ലായിടത്തും നന്നായിട്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു ഇന്ന ഫിൽ ജസദി ലമുദ്ഗ ഇദാ സലഹത സലഹൽ ജസദു കുല്ലു വഇദാ ഫസദത ഫസദൽ ജസദു കുല്ലു അലാ വഹിയൽ ഖൽബ്. മനുഷ്യന്റെ ഹൃദയം അത് നന്നായിട്ട് കണ്ടെങ്കിൽ മനുഷ്യൻ പൂർത്തിയായിട്ട് നന്നായി അവന്റെ മക്കളും അവന്റെ കുടുംബം അതെല്ലാം നന്നായി അവന്റെ റായം നന്നായി ഫ്രണ്ട്സ് നന്നായി അവന്റെ ആഹ്റം നന്നായി ഖബർ നന്നായി എല്ലാം നന്നായിട്ടാണ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം
പോലും ജോബ്സ് ഇവിടെ ദാഖിൽ സത്യം പഠിച്ചു. അപ്പൊ ചില മുഖെല്ലാം പരിചയമുണ്ട്, ചില മുഖം കൊന്തിലുണ്ട്. ഞാൻ അപ്പൊ അങ്ങനല്ല, തടിയിൽ മുടിയിലും വലിയ നിങ്ങൾക്ക് വലിയായിട്ടല്ല, തടിയിൽ മുടിയിലും ബലാവിനായിട്ടുണ്ട്. അപ്പൊ എനിക്ക് പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, അങ്ങനെ ലാഭമില്ലാത്ത കച്ചവടം ഒരുപാട് മക്കളില്ല. എല്ലാം ഏതൊരു ബിസിനസ് തുടങ്ങണം, ഏതൊരു കാര്യം എടുക്കണം, എന്തെടുക്കണം, എത്ര ലാഭമുണ്ട് നമ്മളെ കണ്ടിക്കും മൈലിച്ച് നോക്കണേ, 10 കൂട്ടം 30 കൂട്ടം എങ്ങനെ നോക്കണം. പക്ഷേ ഹബീബായ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞാൽ മദീന പള്ളിയിൽ നിന്ന് ലന്തനാൽ അപ്പൊ അങ്ങനത്തെ ഒരു ആയത്ത് ഇറങ്ങിയപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇങ്ങനെ മദീനത്തിൽ നിന്ന് ആർക്ക് വേണം നല്ലൊരു ഹദിയ, നല്ലൊരു സദഖ, നല്ലൊരു ഹദിയ ആരെടുത്ത ആകണം അവൾക്ക് എന്തുകൊണ്ട് വലിയ കൂലിട്ടുണ്ടല്ലോ ചൊന്നപ്പ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന ഏറ്റവും ഇഷ്ടപ്പെടുന്ന ഒരു സാധനം നിങ്ങൾ ഹദിയ ചെയ്യുന്ന ചൊന്നപ്പ ആരായ അബൂജഹൽ റളിയല്ലാഹു തന്റെ ഏറ്റവും ഇഷ്ടപ്പെട്ട അങ്ങേറ്റം വിഷം വെച്ച വൈവഹാവ് തോട്ടത്തിന്റെ ഏറ്റവും വലിയ ഫലം വരുന്ന നല്ല ഉസാറുള്ള തോട്ടത്തെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുന്നിൽ എന്താക്കി കൊടുത്ത അതിനെ ഹദിയാക്കി കൊടുത്തു, സ്വഭാവത്തേക്ക് സദഖാക്കി കൊടുത്തു. അപ്പോഴാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തന്റെ ഒരു പറക്ക ഇത് ഏറ്റവും ലാഭമുള്ള കച്ചവടമാണ്, ഇത് ഏറ്റവും ലാഭമുള്ള പാനിയായിട്ട് ഇതിൽ ലാഭം വേറെ ഒന്നുമില്ലായിട്ട് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ബന്ധുവിന്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, ഈ പരിശുദ്ധമായ റമദാനിൽ ധാരാളം അഗതികളെയും പാവങ്ങളെയും സ്ഥാപനങ്ങളിൽ പിന്നെ മദ്രസകളിൽ ഇതെല്ലാം തീരിച്ചിട്ടുകൾ എന്തെല്ലാം സൽപ്രവൃത്തിയുണ്ടോ അതെല്ലാം ഞങ്ങളുടെ ജീവിതത്തിൽ ഞങ്ങൾ മാറ്റിവെക്കണം. ഉടനെ വെറും ആഹാരം മാത്രം ചിന്തിച്ചിട്ട്, നാളത്തെ ലോകം മാത്രം ചിന്തിച്ച് ഞങ്ങളുടെ ആഹാരം ചിന്തിച്ച് ഞങ്ങൾ മാറ്റിവെച്ചിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ബഹിക്കുന്ന ഹബീബായ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ആ ലാഭ കച്ചവടം ഞങ്ങൾ ഉറപ്പായിട്ടും കിട്ടും. ഞങ്ങളുടെ ഖബറിലും ഞങ്ങളുടെ ആഖിറത്തിലും എല്ലായിടത്തും നമുക്ക് കിട്ടുക. അല്ലാഹു തആല നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. പിന്നെ ആരെയും നിങ്ങൾ പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഞങ്ങൾക്ക് അങ്ങ് ഓതുവാറ, ഞങ്ങൾക്ക് സലാത്ത് ചൊല്ലുവാറ, 3 ഇതാക്കുവാറ, 7 ഇതാക്കുവാറ,